ഗായ്സ് നമ്മളിന്ന് വീണ്ടും വന്നിരിക്കുന്നത് നമ്മളെ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ. നമ്മൾ ആദ്യമായിട്ട് ഒരു വീഡിയോ ഭയങ്കര ലാഗൊക്കെ ആയിരുന്നു ഗൈസ്. പിന്നെ നല്ല ലാഗൊക്കെ കുറച്ചിട്ട് എല്ലാം ലോയാണ് ഇട്ടിരിക്കുന്നത്. കണ്ടോ, എല്ലാം ലോയാണ് ഇട്ടിരിക്കുന്നത്. അതൊക്കെ നമ്മളിപ്പോൾ ഫ്രിഡ്ജൊക്കെ വാങ്ങിച്ച് സെറ്റാക്കിയിരിക്കുന്നത്. നമുക്കിപ്പോൾ 8 ലെവലൊക്കെ ഉണ്ട്. ഇപ്പം ഇനി വീഡിയോയിൽ ലാഗ് അടിക്കണമെങ്കിൽ ഞാൻ ഈ ഗെയിം കളിക്കണം നിർത്തി ഗൈസ്. വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ ഗെയിം പിന്നൊരു കാര്യം ഞാൻ കണ്ടുപിടിച്ച്, ഞാൻ ഇത്രയും ലെവൽ കൂട്ടിയതുകൊണ്ട് ഈ ചില്ലറ കണ്ട ഗൈസ് 50ൻ്റെ ഈ ചില്ലറ കൊടുത്തായിരുന്നു ഗൈസ്. പക്ഷെ വേറെയും വഴിയുണ്ട്. ഈ നോട്ട് ഞാൻ വിചാരിച്ചു ഈ നോട്ടിൻ്റെ അടിയിൽ ഈ നോട്ടിനാണ് ഇവിടെ അടിയിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ അത് ഓർത്തില്ല. ഞാൻ ഈ ചില്ലറ മാത്രം കൊടുത്തുകൊണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ ഈ നോട്ടിലും കൊടുക്കാം. കണ്ട 50 കൊടുത്ത് നേരെ 50ൽ പോകും. കണ്ട, ഞാൻ അതൊന്നും ഓർത്തില്ല. ഞാൻ ഇതാണ്ട് ഇതേപോലെ അമുക്കി ചില്ലറ ആയിട്ട് പോകും. ഈ നോട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. കണ്ടോ, ഈ നോട്ട് എളുപ്പമാണ്. ദിവസം കഴിഞ്ഞാ എന്തായാലും ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറേ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യണ്ടേ. തീർന്നല്ലേ സാധനങ്ങൾ. ഇവിടെ ഇരുന്ന പിന്നെ കുറേ കൂടി കിടന്ന് വേസ്റ്റ്. അതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞ്. ഇപ്പം എന്തായാലും നമുക്ക് ഇതിൽ സാധനങ്ങൾ വാങ്ങിക്കാം. നമ്മളിൽ 500 സംതിങ് ഉണ്ട്. കുറച്ച് വില കൂടിയ സാധനം. പക്ഷെ ഇപ്പം നമ്മൾ ലാഭമെന്ന് വെച്ചാൽ മുട്ട, പാല്, എല്ലാം ഇത് കൊക്കോകോള, വെള്ളം, പിന്നെ സീരിയൽ, എണ്ണ. ഇനി ലാർജ് ഇതാ ഞാൻ വാങ്ങിച്ചില്ല ഇത്ര നാൾ. ഇന്ന് ഇതെടുക്കാം, വെറുതെ എടുത്തേക്കാം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ലാഭം ഉണ്ടാക്കി തരുന്നത്. ഇത് കുറേ ആയല്ലോ, വേണ്ടോ ഇത് വാങ്ങിക്കാം നമുക്ക്. ഓക്കെ, നമ്മളെ 500 പോയി. നമ്മളെ 436 ഇതേ ഉള്ളൂ. എന്നാലും സാധനം പറഞ്ഞാൽ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യണം. ആണ്. പിന്നെ നമുക്ക് ഇങ്ങനെ ക്യാഷ് വരും അങ്ങനെ ഇപ്പം വന്നതാണ്. എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റാഫായിട്ട് ഇതെടുത്തേ. പക്ഷേ ഇത് തപ്പിക്കൊണ്ടിരിക്കണമെന്നാണ് പറയണത്. അറിഞ്ഞൂടാ. എന്തായാലും സാധനം വരട്ടെ, അതായത് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. 13 സെക്കൻഡ് മതി. ഓക്കെ, നമ്മൾ സാധനം എന്തായാലും വന്ന് ഒരെണ്ണം വന്ന് നമുക്ക് അടുക്കാം. മുട്ട എവിടെയാണില്ല. ഓക്കെ, ഈ മുട്ട എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ് നമുക്ക് ലാഭമൊക്കെ തരണം. ഈ മുട്ട, മറ്റേ കൊക്കോകോള, ഇതൊക്കെയാണ് നല്ല ലാഭം, കട്ട ലാഭമാണ്. കാരണം പെട്ടെന്ന് നമുക്ക് ആദ്യം തുടങ്ങിയപ്പോൾ എനിക്ക് ഡെയിലി 170 രൂപയൊക്കെയാണ് കിട്ടിക്കൊണ്ട് വെജിറ്റബിൾസൊക്കെ വിൽക്കാൻ നേരം. ഇപ്പം ഈ മുട്ടയും ഈ ഫ്രിഡ്ജിൽ വയ്ക്കുന്ന സാധനങ്ങൾക്കൊക്കെ നല്ല വിലയാണ്. നമുക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിക്കാം. ഐസ്ക്രീം അതിന് നമുക്ക് ഈ ഫ്രിഡ്ജ് വേണ്ട, നമുക്ക് വലിയ പറ്റിയ ഫ്രിഡ്ജ് വാങ്ങിക്കാം. ഐസ്ക്രീം വെക്കണ പോലത്തെ ഒരു ഫ്രിഡ്ജുണ്ട്. അത് വില 600 സംതിങ് ആണ്. നമുക്കത് വാങ്ങിക്കാം. ഇപ്പം ഇതൊക്കെ ഒന്ന് വിറ്റ് സെറ്റാവാം നമുക്ക്. ഇപ്പം തന്നെ നമ്മളതിൽ കുറേ സാധനം ആവും. ഡെലിവറി ആവാറായി അടുത്തത്. $13. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, നമുക്ക് സാധനങ്ങളെല്ലാം കുത്തി നിറച്ചിട്ട്, അല്ലെങ്കിൽ വേണ്ടല്ലേ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സാധനവും കൊണ്ട് വയ്ക്കാം. അതിൻ്റെ ഇടയിൽ ആൾക്കാർ വന്ന് വാങ്ങിക്കുകയും ചെയ്യും. നമ്മളെ പാലെത്തി കേട്ടോ. എടാ, അത് മിൽമാന്നല്ലേടാ അതിൽ എഴുതിക്കണേ. അങ്ങനെ എന്തോ എഴുതിയിരുന്ന. പിന്നെ നോക്കെടുത്ത്. ഇപ്പം എന്തായാലും ഇനി 1 മിനിറ്റ് കഴിഞ്ഞാൽ ഒറ്റ സാധനം വരും. എല്ലാവരും മുട്ടയാണ് വാങ്ങിക്കുന്നത്. ഇനി പാലും വാങ്ങിക്കും. സത്യം പറഞ്ഞാൽ ഈ ഗെയിം മടുക്കൂല. ഇതൊന്ന് കളിച്ചോണ്ടിരിക്കാൻ തോന്നും. ഇതിലങ്ങനെ തീരെ ഇല്ലെന്ന് തോന്നുന്നു ഈ ഗെയിം.
നല്ല രസമാണ് ഈ കളിക്കാൻ, പറയാമല്ലോ, നല്ല രസമാണ്. ഇത് നമുക്ക് മടുക്കൂല, നമുക്ക് ഓരോ അപ്ഗ്രേഡും. ഇതെനിക്ക് ഇനി തന്നെ ആർക്കും പറ്റിക്കാൻ പറ്റൂല. എനിക്കിപ്പോൾ നോട്ടിൻ്റെ കാര്യം മനസ്സിലായി. പൊട്ടിക്കണ്ണേ, അതാണ് ഗൈസ് നമുക്ക് ഈ വലിയ ഇതൊക്കെ കിട്ടുന്നത്, മനസ്സിലായ? വലിയ നമുക്ക് വിലയൊക്കെ വരുമല്ലോ, 93 രൂപ. അതൊക്കെ വരുമ്പോൾ ഈ നോട്ടാണ് ഉപയോഗിക്കുക. ഞാൻ ഇതൊന്നും ഓർക്കാതെ എന്തിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. എന്തായാലും ഈ പിന്നെ കൊടുത്തുവിടാ. പാല് അതെന്തിരിക്കുന്നു. ഓക്കെ, ഇനി ഒരു 50 വേണം. ഇനി 8 5. ഓക്കെ, സെറ്റ്. ഓക്കെ, അടുത്ത സാധനം വന്നില്ലേ? എടാ വന്നെന്ന് തോന്നുന്നു അടുത്ത സാധനം. അവിടെ എത്തിയെന്ന് തോന്നുന്നു. നോക്കിയിട്ട് വരാം, നമ്മളത് ശ്രദ്ധിച്ചില്ല. ഒരു പാല് വാങ്ങിക്കാനൊക്കെ ആരെങ്കിലും വരും ഇവിടെ. ഇതൊരു വലിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ചെറിയ കടയൊന്നും അല്ലല്ലോ. എന്നാലും വാങ്ങിക്കാൻ വന്നു, അത് കൊള്ളാം. പണ്ട് ഞാൻ ഉമ്മാരൊക്കെ ദേഷ്യപ്പെടുമായിരുന്നു ഉമ്മാരുടെ അടുത്ത് ചേഞ്ചും കൊണ്ടുവരാൻ. 93 രൂപ. ഇത് ആൾക്കാർ തീർന്നടാ, സാധനവും തീർന്നു കാണും. തീർന്നു. നമുക്കെടുത്ത് വെക്കി. ഈ മൊണ്ണ എന്തിനോടെ വന്നിക്കണേ? 5 അടിച്ചാൽ പോരെ? ഇത്രയേ ഉള്ളൂ, കാര്യം കഴിഞ്ഞു. വലിച്ചു. എടാ എന്തിടാ? ഓക്കെ എടാ എന്തിടാ ഇത് തെറ്റണത്? ഓടേ സെറ്റ്. എടാ 2 എന്തിന് ഡെലിവറി വന്നു? വാ 2 വന്നു ഉണ്ട്. ഇത് നമ്മളെ വെള്ളമാണ്, മിനറൽ വാട്ടർ. ഓക്കെ, നമ്മളെ കൊക്കോക്കോള. ഇതെവിടെ പോകണം? ഈ കൊക്കോക്കോള ആടണം തോന്നുന്നു അല്ലേ അകത്ത്? കൊക്കോക്കോള ആട് വന്നു തുടങ്ങി. അത് അറിയാതെ ഞാൻ മണ്ടയിൽ മുട്ട വെച്ച്. ഞാൻ അറിയാതെ 2 ബോക്സ് ഓർഡർ ചെയ്തു. അപ്പോൾ ഞാൻ അറിയാതെ മണ്ടയിലും കൂടെ, പിന്നെ വിറ്റ് തീർക്കണ്ടേ, അതുകൊണ്ട് ഞാൻ മണ്ടയിലും കൂടെ അങ്ങ് ആക്കി. ചേട്ടൻ 2 ബോട്ടിൽ കൊടുത്തിട്ട് കണ്ട്. ഇതൊന്നും വരുമ്പോൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. 2.20 കൊടുത്ത് പിന്നെ 50 കൊടുത്തോണ്ടിരുന്നാൽ മതി. വേറെ സീനൊന്നുമില്ല. ഞാൻ വെറുതെ കിടന്ന് ഉമ്മയുടെ ദേഷ്യം തൊട്ട്. സെറ്റ് പോക്കോ. 3.2. ഓക്കെ, സെറ്റ് പോക്കോ. ഓക്കെ, ഞാനൊരു കാര്യം പറയാം. എനിക്ക് കളിക്കുമ്പോൾ ഒരു ലാഗും ഇല്ല, എനിക്ക് നന്നായിട്ട് കളിക്കാനൊക്കെ പറ്റും. പക്ഷേ ഈ വീഡിയോയിൽ നോക്കുമ്പോഴാണ് ലാഗ്. എന്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ഫോണിൽ കുഴപ്പമായിരിക്കും. അത് ഞാനിപ്പോൾ പറയണില്ല. നമുക്ക് കളിക്കണം. കഴിഞ്ഞു. ചേച്ചിക്ക് എന്താണ്? നല്ല സ്വഭാവം ചേച്ചി, ഒരു കുഴപ്പമില്ല. ഇനി ചേഞ്ച് എത്ര കൊണ്ടുവന്നാലും എനിക്കൊരു സീനും ഇല്ല. അതുകൊണ്ട് 2.20 അടിച്ച് കൊടുക്കും, ഒരു 50 അടിക്കുക, ഒരു 10 അടിക്കുക, 1 അടിക്കുക. ലെവലായി. ഇവൻ്റെ ചേഞ്ച് ഒന്നും കണ്ട. ചേഞ്ച് വരാത്തതിന് നല്ലത്, പെട്ടെന്ന് കൊടുക്കാം. ആർക്കും ചേഞ്ച് വേണ്ടേ? ആർക്കും ചേഞ്ച് വേണ്ട. ചേച്ചി ഇപ്പം ചാല ചേഞ്ച് പോക്കോ. ചേട്ടാ ഇല്ലേ, നമുക്ക് സാധനം വന്നു, നമുക്കത് നോക്കിയിട്ട് വരാം. ഈ ചേട്ടൻ നിന്നോളൂ. പെണ്ണൊക്കെ കയറി വന്നു. നമ്മളെ സീരിയലാണ്. ഇതൊക്കെ ഇത്തിരി ലാഭം തന്ന ഒരു സാധനമാണ്. ഈ പെട്ടി ഇരിക്കുമ്പോൾ ഞാൻ കാണാൻ പറ്റില്ല ഒന്നും. ഈ പെട്ടി ഇരിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇടാം. ഇത് കളയണമെന്ന് സമയമില്ല. ഇത് ക്യാഷ്യറും ഞാനാണ്. റെസ്റ്റ് അങ്ങനെ എന്താണ് കാണാൻ സമയമില്ല. കണ്ടോ, എളുപ്പമാണ്. ഞാൻ കാണിച്ചു തരാം. ഇത് കുടിപ്പോയി.
ഡേ അതെന്ത് അമ്പത്രേ ഉള്ളൂ, സീനൊന്നും ഇല്ല. അഞ്ച് കാണുമായിരുന്നു ഞാനിപ്പോൾ. ഓക്കെ, 1 രൂപ പോലും അവൻ കുറയ്ക്കില്ല, അത്രയ്ക്ക് എത്തിയാണ്. ഓക്കെ, മാമൻ അപ്പൂപ്പൻ വന്ന്. അതിനെന്താ അപ്പൂപ്പൻ, ഞാൻ ഇപ്പം തരാം. ദിവസം കഴിഞ്ഞ് എടാ 11 എടാ അടുത്ത ലെവലിൽ 11 ആക്കണതാ. അത് സത്യം തന്നെയുണ്ട്, അടുത്ത ലെവലിൽ 11 ആകുമെന്തോ അടുത്ത ഡേ അവസാനിക്കുമ്പോൾ. നമുക്ക് എന്തായാലും സാധനങ്ങൾ എടാ ഇനി ഒരു സാധനം കൂടെ, ഇനി സാധനങ്ങൾ വരാനുണ്ട്. എടാ ഈ ഫ്രിഡ്ജ് വാങ്ങിക്കാൻ പൈസ ആയടാ. എടീ ഇനി സാധനങ്ങൾ വരാനുണ്ട് നമ്മൾ ഓർഡർ ചെയ്താൽ അല്ലേ. സാധനമൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, നമ്മൾ സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇത് എണ്ണയാണ്, കുക്കിംഗ് ഓയിലാണ്. പക്ഷെ ഇത് കണ്ട സ്പ്രേയുടെ ബോട്ടിൽ കണക്കിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. ഈ സീരിയലും എന്നൊക്കെ ഉള്ള സീരിയൽ ലാർജ് ബ്രെഡ് ഓയിൽ ഇത്രയാണ് നമുക്കുള്ളത്. ഇത്രയും വിറ്റാൽ നമുക്ക് 600 മുകളിൽ കിട്ടും പൈസ. നമുക്ക് വലിയ ഫ്രിഡ്ജും വാങ്ങിക്കാം. ഓക്കെ, സെറ്റാണത്. അല്ല, 600 കൂടുതലാവുമെന്ന് തോന്നണം എനിക്ക്, അതാണ് വിശ്വാസം. ഇപ്പം തന്നെ 600 ആയിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ തീരുമാനം 700 കിട്ടണം, അതാണ് എൻ്റെ ഒരു ഇത്. 3 എന്തോ പറ്റി. പൂജ ഇട്ടില്ലടാ. ഓക്കെ, അടുത്തവൻ പറഞ്ഞുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ആ ഫ്രിഡ്ജ് വാങ്ങിക്കണം ഗൈസ്, അതാണ് നമ്മുടെ ലക്ഷ്യം, വലിയ ഫ്രിഡ്ജ്. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി ലാസ്റ്റ് ഇവളും കൂടെ ഉള്ളു, ബാക്കി എല്ലാം നമ്മൾ വിറ്റിട്ടുണ്ട്. ഞാൻ പൈസ നോക്കിയില്ല. 800 എൻ്റെ പൊന്നെ ഗൈസ്, നമുക്ക് കട്ട ലാഭം. ഫ്രിഡ്ജ് വാങ്ങിക്കാം, വലിയ അത് വാങ്ങിക്കാം. ഒളിയോ എടാ 600 അല്ലടാ, 400 ഉണ്ടായിരുന്നു. വെറുതെ ഞാൻ 600 ഇവിടെ അവൻ കുറച്ച് പൈസ തന്നു കേട്ടോ. ഡേ കളിയോ ഇവൻ നമുക്ക് കുറച്ച് പൈസ തന്നാ. ഇനി നമുക്ക് വേണ്ടത് വലുതാക്കാം, പിന്നെ കടയൊക്കെ വലുതാക്കാം. ഇനി വേണ്ടത് ഐസ്ക്രീം നോക്കണമെന്നാണ്. പക്ഷെ ഐസ്ക്രീം ഏതിലാണ് നോക്കണം? ഇതിലാണ് ഐസ്ക്രീം പ്രൊഡക്റ്റ് ലിസ്റ്റ്. ഐസ്ക്രീം ഉള്ളത് ഏതടേ? ഐസ്ക്രീമാണ് എനിക്ക് വേണ്ട. ഐസ്ക്രീം ഇടയില്ല, ഐസ്ക്രീം കാണാനില്ല. ഏരിയലാ? ഇവിടെ ഏരിയയിലാണെന്ന് തോന്നുന്നത്. കണ്ടോ നമുക്ക് ഏരിയയിലേക്ക് പൗഡറിൻ്റെ വിലക്ക്. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് വാങ്ങിക്കാമല്ലേ. നമുക്ക് ഇതിൽ ഐസ്ക്രീം ഉണ്ടാകും നോക്കാം. ഷുഗർ പൗഡർ, ചോക്കോ പൗഡർ, ചിപ്സ്, കോഫി, ടീ ബോക്സ്. എന്നാലും നമുക്ക് ചോക്കോ പൗഡറും ചിപ്സ് വാങ്ങിക്കാം. ചിപ്സ് എടുത്തില്ല, ഡെയിലി ചിപ്സ് ചെയ്യോ. ഇവൻ കുറച്ച് പൈസ തന്നാ വീണ്ടും. കോഫി ഇരിക്കട്ടെ, കുഴപ്പമില്ല. 3 സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തു. നമ്മൾ മറ്റത് വന്നില്ല, അതിന് കുറച്ച് നേരം എടുക്കും ഫ്രിഡ്ജ് വരാൻ. ഫ്രിഡ്ജ് വന്നാ ഇത്തിരി വലുതാണ് നമുക്ക്. അയ്യേ വലുതല്ലേ ചിച്ചി, അത് ശരി, എന്നെ പറ്റിച്ച്. ഞാൻ വലുതെന്ന് പറഞ്ഞാണ്. കുഴപ്പമില്ല. ചെറിയ സാധനോടിയ ഇത്രേ ഉള്ളൂ. ഇനി എത്ര എണ്ണം വയ്ക്കും സാറ്? 3 എണ്ണം. അയ്യേ 3 എണ്ണേ വയ്ക്കാൻ പറ്റുള്ളാ. അതിനെക്കാട്ടി ഇതല്ലേടാ നല്ലത്. ഇത് 300, ഇത് 400. വില എന്തിനാണത്? സീന് ജൈസ്, കുഴപ്പമില്ല. അവൻ എന്തായാലും ഇത് വാങ്ങിച്ചല്ലേ.
ഓക്കെ, എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കണേ. ബാക്കി നമുക്ക് അടുത്ത പാർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.